ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾ പെട്ടെന്ന് വയറുവേദന എന്ന് പറഞ്ഞ് കരയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? ചെറിയ കുട്ടികളിൽ ദഹനക്കുറവ് കൊണ്ടോ ഗ്യാസ് നിറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മലബന്ധം കാരണമോ ഒക്കെ പെട്ടെന്ന് വയറുവേദന വരാറുണ്ട്. എല്ലാ തവണയും ഡോക്ടറെ കാണിക്കുന്നതിനോ സിറപ്പുകൾ വാങ്ങിക്കൊടുക്കുന്നതിനോ മുൻപ് നമ്മുടെ അടുക്കളയിലെ ചില പ്രകൃതിദത്ത കാര്യങ്ങൾ കൊണ്ട് 5 മിനിറ്റിനുള്ളിൽ ഈ വേദന എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ഈ വീഡിയോയിലൂടെ കുട്ടികളിലെ വയറുവേദനയും ഗ്യാസും പെട്ടെന്ന് മാറ്റി അവരെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന 7 ലളിതമായ വീട്ടുവൈദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. കാരണം കുട്ടികളുള്ള എല്ലാ വീട്ടിലും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണിത്. ആദ്യത്തെയും ഏറ്റവും പെട്ടെന്ന് ഫലം തരുന്നതുമായ ഒന്നാണ് കായം. ഗ്യാസ് കാരണം ഉണ്ടാകുന്ന വയറുവേദനയ്ക്ക് ഇത് മാന്ത്രികമായി പ്രവർത്തിക്കണം. ചെയ്യേണ്ട രീതി പറഞ്ഞു തരാം. ഒരു നുള്ളു കായപ്പൊടി എടുത്ത് അല്പം ചെറു ചൂടുവെള്ളത്തിൽ ചാലിച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക. ഇത് കുട്ടികളുടെ പൊക്കിളിന് ചുറ്റുമായി വട്ടത്തിൽ പുരട്ടി കൊടുക്കുക. ഗുണം പറഞ്ഞു തരാം. 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ വയറിലെ ഗ്യാസ് പുറത്തു പോകും. കുട്ടികൾക്ക് വേദനയിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ എപ്പോഴും തിളപ്പിക്കുന്ന ജീരക വെള്ളമാണ്. എങ്ങനെ നൽകാം? ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് നന്നായി തിളപ്പിക്കുക. ഇത് അരിച്ചെടുത്ത് ചെറു ചൂടോടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. ജീരകം ദഹനപ്രക്രിയയെ വേഗത്തിലാക്കുകയും വയറിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്യും. ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറുവേദന എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്. മൂന്നാമതായി, ദഹനക്കുറവ് മൂലമുള്ള വയറുവേദനയ്ക്ക് നൽകാൻ പറ്റിയ ഒന്നാണ് ഇഞ്ചി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് നീരെടുക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചി നീരിലേക്ക് 1/2 ടീസ്പൂൺ ശുദ്ധമായ തേൻ ചേർത്ത് കുട്ടികൾക്ക് നൽകാം. ഇത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകരുത്. ഇഞ്ചിയിലെ ഘടകങ്ങൾ വയറ്റിലെ പേശികൾക്ക് ആശ്വാസം നൽകുകയും ഓക്കാനം അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ മാറ്റുകയും ചെയ്യും. നാലാമതായി, വയറിലെ പേശികൾ വലിഞ്ഞു മുറുകുന്നത് കാരണം ഉണ്ടാകുന്ന വേദനയ്ക്ക് ചെയ്യാവുന്ന ഒന്നാണ് ചൂട് പിടിക്കുന്നത്. ഒരു കോട്ടൺ തുണി ചെറു ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ വയറ്റിൽ മൃദുവായി വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് പാഡ് വളരെ കുറഞ്ഞ ചൂടിൽ ഉപയോഗിക്കാം. ഇത് വയറ്റിലെ രക്തയോട്ടം കൂട്ടുകയും വേദന പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യം, മലബന്ധം കാരണം കുട്ടികൾക്ക് വയറുവേദന വരുമ്പോൾ ചെയ്യേണ്ടതാണ്. എന്താണെന്ന് പറഞ്ഞു തരാം. രാത്രി 5 മുതൽ 6 മണിക്കൂർ വരെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ഇത് നന്നായി ഉടച്ച് ആ വെള്ളം അരച്ചെടുത്ത് കുട്ടികൾക്ക് നൽകാം. ഗുണം പറഞ്ഞു തരാം. ഇത് വയറ് സുഖമായി ഒഴിഞ്ഞു പോകാൻ സഹായിക്കും. മലം പോകാതെ വയറുവേദന എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ആശ്വാസം ലഭിക്കും. ആറാമതായി, വയറ്റിലെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അസിഡിറ്റി കുറയ്ക്കാൻ പുതിനയില ഉപയോഗിക്കാം. 4-5 പുതിനയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുക്കുക. ഇതിലേക്ക് അല്പം നാരങ്ങാനീരും വേണമെങ്കിൽ 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് വയറിന് നല്ല കുളിർമ നൽകുകയും ഗ്യാസ് പൂർണ്ണമായി മാറ്റുകയും ചെയ്യും. ഏഴാമത്തെ പോയിന്റ്, എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. എല്ലാ വയറുവേദനയും വീട്ടിൽ മാറ്റാൻ നോക്കരുത്. എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? വയറുവേദനയ്ക്കൊപ്പം കുട്ടിക്ക് കഠിനമായ പനി ഉണ്ടെങ്കിലോ വിട്ടുമാറാത്ത ഛർദിലോ മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുകയോ അല്ലെങ്കിൽ വയറിൻ്റെ വലതു ഭാഗത്തായി കഠിനമായ വേദന എടുക്കുകയോ ചെയ്താൽ ഒട്ടും സമയം കളയാതെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കണം. അപ്പോൾ സാധാരണയായി കുട്ടികൾക്കുണ്ടാകുന്ന വയറുവേദനയ്ക്ക് തുടക്കത്തിൽ ഈ പറഞ്ഞ വീട്ടുവൈദ്യങ്ങൾ ചെയ്തു നോക്കുക. കുട്ടിക്ക് പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഇതുവരെ നിങ്ങൾ എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.